Hi, Namaste, welcome back viewers, welcome back to my channel Vinchera. ഓപ്ഷൻസിൽ സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, അതേപോലെ കറക്റ്റായിട്ട് എൻട്രിയും എക്സിറ്റും റിവേഴ്സൽ പോയിന്റും നമ്മുടെ സോഫ്റ്റ്വെയർ വിൻചെയർ ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിലൂടെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ സാധിക്കും. അതേപോലെ നമുക്ക് ട്രേഡിങ്ങിലൊരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിനെ നമുക്ക് എന്തുകൊണ്ട്, അതായത് ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ട്രേഡിങ്ങിലൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ കൂടിയേ തീരൂ. അപ്പോൾ അതിൽ വിൻട്രേഡ് നിങ്ങളെ എങ്ങനെ സഹായിക്കും, അതേപോലെ എത്രത്തോളം ആക്യുറസി വിൻട്രേഡിലുണ്ട്. ഇപ്പോൾ ഹോൾഡ് ചെയ്ത് ഇപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 മെയ് ആണ്. അപ്പോൾ ഇന്ന് മോർണിംഗിൽ ഇന്നലെ വന്ന ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് സിഗ്നൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ക്ലോസിങ്ങിൽ ബാങ്ക് നിഫ്റ്റിയിൽ ബൈ ട്രേഡ് തന്നിരുന്നു. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ്. അതേപോലെ ക്യാഷ് ചാർട്ടുണ്ട്, ക്യാഷ് കോൺട്രാക്റ്റിൻ്റെ ചാർട്ടുണ്ട്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇന്നലെ ബൈ സിഗ്നൽ വന്നത് എപ്പോഴാണെന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടൈമിങ്, എൻട്രി പോയിന്റ്, ടാർഗറ്റ്സ് ഉള്ള 3 ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ സിഗ്നൽ കൺഫേംഡ് ആയിരുന്നു. നമുക്ക് കൺഫർമേഷൻ വന്ന് സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ എടുത്തു, നേരെ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലും കട്ട് ചെയ്തിട്ടാണ് കയറിയിരിക്കുന്നത്. അവിടെ നല്ല ഹൈക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് ഈ തേർഡ് ക്യാൻഡിൽ അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കയറി നേരെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തില്ല, രണ്ടാമത് പിന്നെയും ബ്രേക്ക് ഔട്ട്, നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട്, ഇവിടെ നിന്ന് രണ്ടും പോയി. ലാസ്റ്റ് കഴിഞ്ഞ് വന്ന ബൈയും നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ ടോട്ടൽ വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. ഇപ്പോഴും സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല, മാർക്കറ്റ് ബൈ തന്നെയാണ്. പുൾ ബാക്ക് അടിക്കുന്നത്. ഇവിടെ എക്സിറ്റ് അടിച്ച് തിരിച്ച് ഇനി കയറുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു എൻട്രി ലെവൽ എടുത്താൽ മതിയാവും. അപ്പോൾ ഈസിയാണ് ട്രേഡ് ചെയ്യാനായിട്ട്. ഒരു ലൈവ് ഡെമോ സെക്ഷനിലൂടെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം സോഫ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ സിമ്പിൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതായത് സോഫ്റ്റിൻ്റെ 8 സ്ട്രാറ്റജികളുണ്ട്. ഇതിലിട്ട് എല്ലാ സ്ട്രാറ്റജിയും വർക്കിംഗ് ആണ്. ഇത് തന്നെ ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് സെറ്റ് ചെയ്യാം, ബാർ ചാർട്ട്, അങ്ങനെ പല ടൈപ്പും ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വേർഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ടാണ് ഇങ്ങനെയാണ്. ഇതേപോലെ ടോട്ടൽ 8 സ്ട്രാറ്റജികളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ 7th എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എൻറ്റലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാ സോഫ്റ്റിൻ്റെ അതായത് എല്ലാ സ്ട്രാറ്റജികളും നിങ്ങൾക്ക് സോഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് തരുമ്പോൾ ഈ 8 സ്ട്രാറ്റജികളും 2 സ്കാനർ കൂടെ ഒന്നിച്ചാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതിൽ ട്രേഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരും. ഇപ്പോൾ ഇതാണ് ബൈ, ഇതാണ് സെല്ല്. അപ്പോൾ ഇത് ബൈ വന്നു കഴിഞ്ഞാലും സെല്ല് വന്നാലും അലേർട്ട് മെസ്സേജ് കിട്ടി ഈ ബോക്സിൽ. അതോടൊപ്പം ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസ് ഇൻ ബൈ സോണും റെസിസ്റ്റ് ചെയ്യുന്ന ലെവലും കൂടെ ഡബിൾ കൺഫർമേഷന് വേണ്ടി നോക്കുക. നേരെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ കണ്ടിന്യൂഷൻ മാർക്കറ്റ് ആണെങ്കിൽ തിരിച്ച് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലോ അല്ലെങ്കിൽ റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. റീ എൻട്രി നമുക്ക് തന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ബൈ കണ്ടിന്യൂഷൻ പോയി രാവിലെ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് കയറിയിരിക്കുന്നത്. അവിടെ നിന്ന് ഈ ക്യാൻഡിൽ എടുക്കാമായിരുന്നു. അവിടെ നിന്ന് നല്ലൊരു ഹൈക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് അവിടെ നിന്ന് ട്രേഡ് മിസ്സായെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ അത് കഴിഞ്ഞിട്ട് പിന്നെയും പുൾ ബാക്ക് അടിച്ച് പിന്നെയും കയറിയിട്ടുണ്ട്. അപ്പം അതിനും നല്ലൊരു ഹൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് ട്രേഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിൽ എക്സ്ട്രാ കളർ കാണുന്നതാണ് സൈഡ്. ഇപ്പോൾ ഇൻ കേസ് ഒരു സിഗ്നൽ എടുത്ത് റിവേഴ്സ് പോയി കഴിഞ്ഞാൽ കളർ ചെയ്യും നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ബൈ വന്ന് കൺഫേംഡ് ആയി ബ്രേക്ക് ഔട്ട് റെസിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വെള്ള ക്യാൻഡിൽ കാണിച്ചു. അപ്പോൾ ഈ എക്സ്ട്രാ കളർ സൈഡ് വേസാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ആണെങ്കിലും ഇവിടെ ബ്ലൂ കളറായിട്ട് ക്യാഷ് കണ്ടു. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ക്യാഷാണ്, ഇത് ഫ്യൂച്ചറാണ്. രണ്ടും 2 റേറ്റാണ്. ഫ്യൂച്ചറിൻ്റെ റേറ്റ് ക്യാഷ് റേറ്റും വ്യത്യാസമുണ്ട്. കോണിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഇവിടുന്ന് നമ്മൾ ബ്രേക്ക് ഔട്ട് പോയി, ഇവിടെ നിന്ന് ഇപ്പം നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്പം വൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. നമുക്ക് ആക്ച്വലി ആ ബൈ സൈഡ് നമുക്ക് റിവേഴ്സലിന് വേണ്ടി അവിടെ ഒരു ഇൻഡിക്കേഷൻ തരാത്ത സ്ഥിതിക്ക് നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അവിടെ എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. പേഷ്യൻസ് ഉണ്ട്. ധൈര്യമായിട്ട് ഈ ക്യാൻഡിൽ ഗ്രീൻ മാറി നമുക്ക് വേറെ കളർ മാറുന്നവരെ നമുക്ക് ആ പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ഓപ്ഷൻ എടുത്തത് ഇപ്പോൾ രാവിലെ ബ്രേക്ക് ഔട്ട് പോയി നമുക്ക് ആ ലെവൽ വെച്ച് നോക്കുമ്പോൾ 47,993. അപ്പോൾ 48,000 എടുത്തിട്ടുണ്ട്. അത് കണ്ടിന്യൂഷൻ മാർക്കറ്റ് ആയതുകൊണ്ടാണ് ആ റേറ്റിൽ തന്നെ എടുത്തത്. അപ്പോൾ 520 അവിടെ ബ്രേക്ക് പോയി നേരെ മാർക്കറ്റ് കയറി നല്ലൊരു ഹൈക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ബൈ ആൻഡ് സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടേ ഇല്ല. അതേപോലെ തന്നെ 48,200 എടുത്തിട്ടുണ്ട്. അതും ബ്രേക്ക് ചെയ്ത് രാവിലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് 406 ബ്രേക്ക് ചെയ്ത് കയറി നേരെ മാർക്കറ്റ് ഇപ്പോഴും ബൈ തന്നെയാണ്. നമുക്ക് 790 എപ്പോഴും ബൈ തന്നെയാണ് കണ്ടിന്യൂവേഷൻ. അതേപോലെ 48,300 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് 344 ബ്രേക്ക് ചെയ്ത് കയറി നമുക്ക് മാർക്കറ്റ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഹൈക്കാണ് നമുക്ക് കിട്ടിയത്. ഈസിയാണ് ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യണം, അതേപോലെ കറക്റ്റായിട്ട് എൻട്രിയും എക്സിറ്റും എങ്ങനെ നമുക്ക് സോഫ്റ്റിലൂടെ ഓപ്ഷൻസിലൂടെ സക്സസ്ഫുള്ളായി ട്രേഡ് എടുക്കാം എന്നുള്ള ലൈവ് ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സോഫ്റ്റിൻ്റെ 8 സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ്, അതൊരു 80-90% ആക്യുറസിയോടെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ.